പ്രവാസലോകത്തെ വാർത്തകൾ. ക്വാഡ് സമ്മേളനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസിലേക്ക് തിരിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സുരക്ഷ എന്നിവ ക്വാഡ് സമ്മേളനത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. എസ് ജയശങ്കർ 4 ദിവസമാണ് യുഎസിലുണ്ടാവുക. ജൂലൈ 2 വരെ ജയശങ്കർ യുഎസിലുണ്ടായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജനുവരി 21-ന് വാഷിംഗ്ടണിൽ നടന്ന യോഗത്തിലെ ചർച്ചകളെ അടിസ്ഥാനമാക്കിയാകും വരാനിരിക്കുന്ന യോഗം നടക്കുക. ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് യോഗത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സുരക്ഷ എന്നിവ ചർച്ച ചെയ്യും. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ഭീകരതയ്ക്കെതിരെ നടത്തുന്ന എക്സിബിഷൻ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ, ഡീസൽ നിരക്കുകൾ ഉയരും. പുതുക്കിയ നിരക്കുകൾ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. UAE-യിലെ ഇന്ധനവില നിർണ്ണയ സമിതിയാണ് പെട്രോൾ, ഡീസൽ നിരക്കുകൾ നിർണ്ണയിക്കുന്നത്. ജൂലൈ മാസത്തിൽ സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 2.70 ദിർഹമാണ് വില. ജൂണിൽ ഇത് 2.58 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 2.58 ദിർഹമാണ് പുതിയ നിരക്ക്. ജൂൺ മാസത്തിൽ 2.47 ദിർഹമായിരുന്നു. E+91 പെട്രോളിന് ജൂലൈ മാസത്തിൽ 2.51 ദിർഹമാണ് നിരക്ക്. ജൂണിൽ ഇത് 2.39 ദിർഹമായിരുന്നു. ഡീസൽ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഡീസൽ ലിറ്ററിന് 2.63 ദിർഹമാണ് പുതിയ നിരക്ക്. ജൂൺ മാസത്തിൽ 2.45 ദിർഹമായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് വിടാൻ പ്രവാസികൾക്ക് ചൊവ്വാഴ്ച മുതൽ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കി. പെർമിറ്റ് ഇല്ലാത്ത പ്രവാസികളുടെ യാത്രാനുമതി നിഷേധിക്കും. ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന എക്സിറ്റ് പെർമിറ്റ് നിയമമനുസരിച്ച് ഇതുവരെ 22,000 പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് പെർമിറ്റിന് അനുമതിപത്രം തൊഴിലുടമയാണ് നൽകുന്നത്. എന്നാൽ ഇതിനുള്ള നടപടിക്രമം ഓൺലൈനായി പൂർത്തിയാക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വിമാനത്താവളങ്ങളിലും എക്സിറ്റ് പെർമിറ്റ് സമർപ്പിക്കൽ നിർബന്ധമാക്കും. എക്സിറ്റ് പെർമിറ്റിന്റെ പ്രിന്റ് കോപ്പിയോ സഹൽ ആപ്പ് വഴി ഡിജിറ്റലായോ ഇവ ഉദ്യോഗസ്ഥരെ കാണിക്കാം. സാധുവായ കാരണമില്ലാതെ തൊഴിലുടമ പെർമിറ്റ് തടസ്സപ്പെടുത്തുകയോ നിരസിക്കുകയോ ചെയ്താൽ തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട ലേബർ റിലേഷൻസ് യൂണിറ്റിൽ പരാതി നൽകാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിജിറ്റൽ സർവീസസ് ടാക്സ് നിർത്തലാക്കി കാനഡ. വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുകയാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നീക്കം. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ട്രംപുമായി വ്യാപാര ചർച്ചകൾ പഴയതുപോലെ നടക്കുമെന്നും കാർണി വ്യക്തമാക്കി. ടെക് കമ്പനികൾക്ക് 3% ഡിജിറ്റൽ സർവീസ് ടാക്സ് ഏർപ്പെടുത്തുന്ന കനേഡിയൻ സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. അമേരിക്കൻ കമ്പനികൾക്ക് ഈ നികുതിയിലൂടെ $3 ബില്യൺ അധിക ചെലവുണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ഇതോടെയാണ് കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കാൻ ട്രംപ് തീരുമാനിച്ചത്. 2024 ജൂൺ മുതലാണ് കാനഡയിൽ ഡിജിറ്റൽ സർവീസസ് ടാക്സ് നിലവിൽ വന്നത്. കാനഡയിലെ ജനങ്ങൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന കമ്പനികൾ അവരുടെ വരുമാനത്തിന്റെ 3% നികുതി അടയ്ക്കേണ്ടത്. ഓൺലൈൻ പരസ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ കമ്പനികൾ തുടങ്ങിയ എല്ലാവരെയും ഈ തീരുമാനം ബാധിക്കുമായിരുന്നു. ഇതാണിപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ നിർമ്മാണ മേഖലയിലെ സ്ഥാപനങ്ങളുടെ നിലവാരം വിലയിരുത്താൻ റേറ്റിംഗ് സംവിധാനം വരുന്നു. അടുത്ത വർഷം ആദ്യം ഇത് പ്രാബല്യത്തിൽ വരും. നിർമ്മാണ നഗരവികസന മേഖലയിൽ സുസ്ഥിരത നിലനിർത്താനും ദുബായിയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് നീക്കം. സാങ്കേതിക ശേഷി, പദ്ധതികളുടെ നിലവാരം, സുസ്ഥിരതാ രീതികൾ എന്നിവ കൃത്യമായി വിലയിരുത്താൻ പുതിയ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ സഹായിക്കും. നഗരത്തിലെ നിർമ്മാണ പദ്ധതികളുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് നടപടി. നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. കരാർ കമ്പനികളുമായും കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് പുതിയ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.